വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു നോർമൽ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ വണ്ടി പാടെ ഉപേക്ഷിച്ചാണ്. എന്ത് വള്ളിയാകും എടുത്തു കഴിഞ്ഞാൽ ആ ബോധത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത സ്പെയറിൻ്റെ വിഷയമായിരുന്നു. ഇത് ആരൊക്കെ വാങ്ങണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെപ്പോലെ ചിന്തിച്ച് തുടങ്ങിയിട്ട് ചിന്ത മാറാതിരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, വേറൊരു കാര്യം, ഈ ഫിയറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് ഫൈനലി നമ്മളുടെ ഡ്രീം കാറിലാണ് യാത്ര, എൻ്റെ സ്വന്തം കാറിൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എന്തിന് ഫിയറ്റ് പുന്തോ എടുത്തു, എന്തിന് ഈ ഒരു വണ്ടി വാങ്ങി. ഒരു മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അനവധി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തിന് ഈ വണ്ടി എടുത്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങണം, ഒരു പുന്തോ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഫുൾ ഇരുന്ന് പറഞ്ഞു തരാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മളുടെ വണ്ടിയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇത്ര വലിയ വണ്ടിയൊന്നും അല്ല, വലിയ ബഡ്ജറ്റുള്ള വണ്ടിയുമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഇയോണോ അല്ലെങ്കിൽ ആൾട്ടോയോ അല്ലെങ്കിൽ വാഗണർ പഴയ മോഡൽ, ആ ഒരു ബഡ്ജറ്റായിരുന്നു എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഉള്ളത്. ആ ഒരു റേഞ്ചിലുള്ളൊരു കാർ മതി. 4 വീലും ഒരു ഇച്ചിരി AC-യും കൊണ്ട് നമ്മുടെ ഫാമിലിയൊക്കെ ഇച്ചിരി കംഫർട്ടായിട്ട് കൊണ്ടുപോകണം. ഓട്ടോ കിടപ്പുണ്ടായിരുന്നു, പുറകെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പോൾ ആ ഓട്ടോയിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ക്ലൈമറ്റ്, ചൂടും മഴയൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്. അത് പെട്ടെന്ന് ഉള്ളൊരു സ്ഥലങ്ങളിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല. എല്ലാത്തിലുപരി ഒരു 4 വീലർ വേണമെന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു വണ്ടി അങ്ങനെ എടുത്തു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വണ്ടി കുറേ നോക്കിയപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വണ്ടിയുടെ ഓപ്ഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനങ്ങനെ ഒരു OLX-ൽ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വണ്ടി എൻ്റെ കണ്ണിലുടക്കിയപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല ലുക്ക്, പുണ്ടോ ഇവോ ഡീസൽ പെട്രോളിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല, വണ്ടി നല്ല ലുക്ക്. ആ വണ്ടിയെപ്പറ്റി ഞാൻ പഠിക്കാൻ നോക്കിയപ്പോൾ ഒബ്വിയസ്ലി ഫിയറ്റ് ഇന്ത്യയിലില്ലാത്തൊരു വണ്ടിയാണ്. സ്പെയർ പാർട്സിനെ പറ്റി ഭീകരമായിട്ടുള്ള എന്താ പറയുക അഭ്യൂഹങ്ങളാണ് നടക്കുന്നത്. ഭീകരമെന്ന് പറഞ്ഞാൽ അതിഭീകരമായ അഭ്യൂഹങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എടുക്കുന്നതിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു എനിക്ക്. എതിർപ്പെന്ന് പറയുമ്പം എടുക്കരുത്, വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. സംഭവം അവർ പറയുന്നതൊക്കെ ശരിയാണ് ഒരു പരിധി വരെ. സംഭവം അതായത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ മാരുതിയും ഹോണ്ടായൊന്നും പോലെ സ്പെയർ എന്തായാലും ഈ വണ്ടിക്ക് കിട്ടത്തില്ല, അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കിട്ടാതിരിക്കൽ ഒന്നുമില്ല എന്നെനിക്ക് മനസ്സിലായത് ഈ വണ്ടിയെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. ഈ വണ്ടി ഉപയോഗിച്ച ഒരു 10-15 പേരെടുത്ത് ഞാൻ അന്വേഷിച്ചു. യൂട്യൂബിലുള്ള ഓണർഷിപ്പ് റിവ്യൂ കുറേയൊക്കെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടാങ്കാണ്. ടാങ്ക് എന്ന് പറഞ്ഞാൽ റോബസ്റ്റ് എഞ്ചിനാണ്. ഈ എഞ്ചിനാണ് നമ്മുടെ സ്വിഫ്റ്റിലും ഹാരിയറിലും അതുപോലെ തന്നെ ജീപ്പ് കോമ്പസിൽ പോലും വരുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻജിൻ ബേസ് നമുക്ക് വിശ്വസിക്കാം. ഇതിപ്പോൾ 125 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. എനിക്ക് എടുക്കാമെന്നൊരു ബോധം എനിക്ക് എന്തായാലും ഉണ്ടായി. ആ ബോധത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത സ്പെയറിൻ്റെ വിഷയമായിരുന്നു. സ്പെയർ ഞാൻ അവരത്തെല്ലാം ചോദിച്ച സമയത്ത്, ബ്രോ സ്പെയർ കിട്ടും, ഈ പറഞ്ഞ എളുപ്പത്തിൽ സോഴ്സ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്ക്രാപ്പിലൊന്നും പോയി എടുക്കേണ്ട സാഹചര്യമൊന്നും വരത്തില്ല. അഥവാ സ്ക്രാപ്പിൽ പോയി എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പെയറിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. എനിക്കിതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ അന്നേരമുള്ള വീഡിയോയിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സ്പെയറിൻ്റെ കാര്യം ഒരു 5 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ വലിയ കിട്ടാതിരിക്കാൻ മാസങ്ങളോളം വണ്ടി കട്ടപ്പുറത്ത് ഇറക്കേണ്ട സാഹചര്യമൊന്നും വരത്തില്ല. പക്ഷേ സർവീസ് സാധനങ്ങളൊക്കെ റെഡി അവൈലബിൾ ആണ്. സ്വിഫ്റ്റിലൊക്കെ വരുന്ന എഞ്ചിനായതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് എഞ്ചിൻ്റെ എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും, എഞ്ചിൻ മെക്കാനിക്കൽ പരമായിട്ടുള്ള. പിന്നെ ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് ഈ ഡോറിൻ്റെ പാനൽസ്, ഈ പാനൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ ഇളകി നിൽക്കുകയാണ്, അതായത് ഈ ഒരു ഭാഗം, അതുപോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഇച്ചിരി ഒന്ന് ഓർഡർ കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്, സസ്പെൻഷൻ്റെ സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള വെയിറ്റിംഗ് എന്തായാലും വരും. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടിയിലോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്തായാലും ഒരു നോർമൽ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ വണ്ടി പാടെ ഉപേക്ഷിച്ചാണ്, എന്ത് വള്ളിയാകും എടുത്തു കഴിഞ്ഞാൽ എന്നൊക്കെ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴത്തേനും ഈ വണ്ടി കയറിക്കഴിഞ്ഞു. ഈ വണ്ടിയുടെ ലുക്ക് അപാര ലുക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിലയ്ക്ക് ഈ ലുക്കും ഈ ഒരു എൻജിനും കിട്ടത്തില്ല. എനിക്ക് ജന്മം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്, അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. മൊത്തത്തിൽ നീറ്റ് എന്ന് പറയുന്നില്ല, അലുക്കുലുത്ത് പണികളൊക്കെ ഉണ്ട് കുറച്ച്. അതായത് നമ്മുടെ ഈ സൈഡ് ഡോറിൻ്റെ അതൊക്കെ ഞാൻ പറയാം, കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇളകി കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലും ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ, അതൊക്കെ ഉള്ളൂ. പിന്നെ വണ്ടി ബേസ് വേരിയൻ്റ് ആണ്. ബാക്കിൽ പവർ വിൻഡോ വെക്കണം ഇനി, പിന്നെ ഫോഗ് ലാമ്പ് വെക്കണം, റിയർ വൈപ്പർ എനിക്ക് വെക്കണമെന്ന് നല്ല അതിയായ ആഗ്രഹത്തിലിരിക്കുകയാണ്. പിന്നെ അല്ലറ ചില്ലറ മോഡിഫിക്കേഷനൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അലോയും ചെറിയൊരു സ്പോയിലറൊക്കെ വെച്ചിട്ട് ഒരു സ്പോർട്ടി ലുക്ക്. ഓൾറെഡി ഇത് മാരക സ്പോർട്ടി ലുക്കാണ്. എനിക്ക് ഈ ഇവോ എന്ന് പറഞ്ഞ വണ്ടി എൻ്റെ മനസ്സിൽ കയറിയിട്ട് എനിക്ക് പെട്രോൾ വണ്ടി പോലും വേണ്ടാത്തൊരവസ്ഥയായി. പെട്രോൾ വണ്ടി വേണ്ട, എനിക്ക് ഡീസൽ തന്നെ വേണം. ഡീസൽ വല്ലാത്ത സുഖമാണ് കേട്ടോ ഓടിക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അതെ ഒരു വിരൽ കൊണ്ട് നമുക്ക് കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. അത്രയ്ക്ക് ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു ഫിയറ്റിൻ്റെ ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും കയറ്റണം. AC ഒക്കെ നല്ല തണുപ്പുള്ള AC ആണ്, കുഴപ്പമില്ല. നമുക്ക് ഈ വണ്ടി തന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ നമ്മുടെ കഴിഞ്ഞ വണ്ടി എടുക്കുന്ന വ്ളോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഉപരി എനിക്കൊരു കൺസോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് രാത്രി കാണാൻ അത്യാവശ്യം നല്ല ലുക്കാണ്. പിന്നെ പറയാനുള്ള കേസ് കിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇത് ആരൊക്കെ വാങ്ങണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെപ്പോലെ ചിന്തിച്ച് തുടങ്ങിയിട്ട് ചിന്ത മാറാതിരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിലോട്ട് വരരുത്. അതായത് നിങ്ങൾക്കൊരു കാറ് മതി, വല്ല തലവേദനയൊന്നും വരാൻ പാടില്ല. ഇതിന് സത്യം പറഞ്ഞാൽ 0 തലവേദനയാണ്. കറക്റ്റായിട്ട് ഓയിൽ ഫിൽറ്ററും കൂളൻ്റൊക്കെ കറക്റ്റായിട്ട് റീപ്ലേസ് പീരിയോഡിക് മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രശ്നവും വരത്തില്ല, കിടന്നങ്ങ് ഓടിക്കോളും. പിന്നെ തട്ടലും മുട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ബോഡി പാർട്സ് കുറച്ച് ഡിലേ എടുക്കുന്നത്. ഡിലേ എന്ന് പറഞ്ഞാൽ വലിയ ഡിലേ ഒന്നും അല്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു എവിടെ ചെന്നാലും സ്പെയർ കിട്ടണം, നിങ്ങൾക്ക് വണ്ടി ഓടിയാൽ മതി, 0 ടെൻഷൻ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ബഡ്ജറ്റിൽ, ഈ ഒരു 3 ലക്ഷത്തിന് താഴെ അല്ലെങ്കിൽ 3.5 ലക്ഷത്തിന് താഴെ നിൽക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ചോയ്സ് വാഗണർ നല്ല ഓപ്ഷനാണ്. എനിക്ക് എൻ്റെ ലിസ്റ്റിലുള്ളൊരു വണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇയോൺ എൻ്റെ മനസ്സിലുള്ളൊരു വണ്ടിയാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കാൻ ചാൻസ് ഉള്ളൊരു വണ്ടി അതായിരുന്നു. പിന്നെ സ്വിഫ്റ്റ് ജനറേഷൻ 1, സത്യം പറഞ്ഞാൽ സ്വിഫ്റ്റ് ജനറേഷൻ 1 ഞാൻ ഏകദേശം എടുക്കാൻ ഉറപ്പിച്ചതായിരുന്നു. ഈ സെയിം വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ്, സ്പെയർ പാർട്സ് അവൈലബിലിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ വണ്ടിയിലോട്ടാണ് താല്പര്യം തോന്നിയത്. അതുകൊണ്ടാണ് ഈ വണ്ടിയിലോട്ടാണ് വന്നത്. അതുമാത്രമല്ല കുറച്ചുകൂടെ മോഡൽ കൂടുതലുണ്ട് ഈ വണ്ടിയാണ്. അത് 2010 വണ്ടിക്കാണ് ആവറേജ് ഒരു ഫേസ്ബുക്ക് മാർക്കറ്റിലും OLX-ലൊക്കെ കിടക്കുന്നതെങ്കിൽ ഈ വണ്ടി 2016 മോഡലാണ്. അപ്പം ടെസ്റ്റിന് ഇനിയും സമയമുണ്ട്. അതുമാത്രമല്ല ഈ ഒരു കളർ എന്നെ അങ്ങ് അട്രാക്ട് ചെയ്തു. മൊത്തത്തിൽ എനിക്കങ്ങ് വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സീറ്റിംഗ് ആണ്. നല്ല രീതിയിൽ കുഴിഞ്ഞിരിക്കണം, ഈ ഒരു സ്റ്റിയറിങ് നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ മാനേജബിൾ ആണ്. വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെ മറക്കും നമ്മൾ. പിന്നെ സ്വിഫ്റ്റ് എടുക്കാതിരിക്കാൻ കാര്യം കുറച്ച് പഴയ എന്താ പറയുക മോഡൽ ആണ് കിടക്കുന്നത്, ഡിസൈൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് വണ്ടിയുടെ. 2010 മോഡൽ 2009 മോഡലൊക്കെയാണ്. ടെസ്റ്റ് കഴിയാത്ത വണ്ടിക്കൊക്കെ 170 180 ചോദിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയാണ്, എന്നാലും വിഷയമില്ല. പക്ഷേ ഞാൻ ചെന്നാൽ പിന്നെ മോഡൽ കൂടിയ വണ്ടി എടുക്കാം, 80,000 കൂടുതൽ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച്. പിന്നെ ഫിയറ്റാണ് എനിക്ക് ആ ഒരു ബ്രാൻഡിനോട് വല്ലാത്തൊരു ഇഷ്ടം. പണ്ട് തൊട്ട് ആ ഒരു ലീനിയൊക്കെ കണ്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇവരാണ് സ്വിഫ്റ്റിനൊക്കെ വണ്ടി എൻജിൻ കൊടുക്കുന്നതെന്നൊക്കെ അറിയുന്നത്. നാഷണൽ എൻജിൻ ഓഫ് ദ ഇന്ത്യ എന്നൊക്കെയാണ് പറയുന്നത് ഈ എൻജിനെ, എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പം എല്ലാം കൂടെ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ഇതങ്ങ് എടുക്കാം, ഇച്ചിരി മോഡിഫൈ ഒക്കെ ചെയ്ത് ഇച്ചിരി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ച് എടുത്തതാണ്. പിന്നെ ഈ വണ്ടി ആരൊക്കെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാർ എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു റെയർ യൂണീക്ക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, ഒരു പാറ്റൻ ടാങ്ക് പോലെ കടന്ന് ഓടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്പെയർ പാർട്സിൻ്റെ ഹാസിൽ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. സ്പെയർ പാർട്സ് കിട്ടാതിരിക്കലൊന്നുമില്ല, കിട്ടും. പക്ഷേ ഈ പറഞ്ഞ മാരുതിയൊക്കെ പോലെ ഏത് കടയിൽ ചെന്നാലും കിട്ടുന്നൊരു ലെവലൊന്നും അല്ല. നമ്മൾ ഓർഡർ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും.
എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചെറിയ ഡിലേക്ക് വരും, വളരെ ചെറിയ ഡിലേക്ക് വരും. 2 കാർ വീട്ടിലുള്ളവർക്ക് വലിയ വിഷയം വരത്തില്ല. പക്ഷേ ആദ്യമായിട്ടൊരു കാർ എടുത്ത് നിങ്ങളുടെ യൂസ് നോക്കുന്നവരാണെങ്കിൽ, ഞാൻ യൂസ് നോക്കിയതാണ്, പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വണ്ടി ഭ്രാന്തനം ഉള്ളതുകൊണ്ട് വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ഒക്കെ അതിമോഹം എന്ന് പറയും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിയപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് ഈ വണ്ടിയെ കിട്ടിയുള്ളൂ. നല്ല ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എന്തായാലും ഈ വണ്ടി കണ്ണും പൂട്ടി ഞാൻ അങ്ങ് എടുത്തപ്പോൾ എന്തായാലും കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ ബാറ്ററി ഡൗൺ ആയപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്ത ഷോറൂമിൽ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ബ്രോ ഞാൻ മാറിത്തരാം എന്നുള്ള ലെവലാണ് സംസാരം. അതാണ് നമ്മൾ ഡീലറിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഒരു ഗുണം. നമ്മൾ ചിലപ്പോൾ ഒരു പാർട്ട് ഒരു കസ്റ്റമറിൻ്റെ നിന്ന് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഒരു വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരത് ഏൽക്കണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ഷോറൂമിൽ നിന്ന് എടുത്തത് കൊണ്ട് എനിക്ക് ഈ വണ്ടിയുടെ ആ ബാറ്ററി ഡൗൺ ആയപ്പോൾ രാവിലെ വണ്ടി ഓൺ ആക്കിയിട്ടേക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ എ സിയും കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഡീലർഷിപ്പിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20,000 കൂടുതൽ പോയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വന്നു കഴിഞ്ഞാൽ അവരെടുത്ത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക സെറ്റ് ചെയ്യാം. പിന്നെ 1 വർഷവും 2 വർഷം കഴിഞ്ഞിട്ട് പണിയെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് പണി കൊണ്ട് ചെല്ലരുത്. വണ്ടി എടുത്ത് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ മേജർ പണി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ചെയ്യാനതേ ഉള്ളൂ. സോ ഇതിപ്പം ബാറ്ററി ഡെഡായ സാധനം നമ്മൾ എന്തായാലും റീപ്ലേസിന് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ മാറി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ആ ക്രാക്കിൽ കൂടെ വെള്ളം ഇറങ്ങി ആ ടെയിൽ ലൈറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാക്കിലത്തെ ടെയിൽ ലൈറ്റാണ്. അപ്പോൾ ആ ടെയിൽ ലൈറ്റ് ഒന്ന് മാറിത്തരാൻ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പുള്ളി എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. നല്ല ലെതർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബാക്കിലിരിക്കാനാണെങ്കിലും ഞങ്ങളിങ്ങോട്ട് വന്ന വഴി 100 കിലോമീറ്റർ 120 കിലോമീറ്റർ വണ്ടി എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പം വണ്ടി അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ബാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഒന്നും തോന്നിയിട്ടില്ല. ക്ലച്ച് ഇച്ചിരി കൂടുതലാണ്, ക്ലച്ചിൻ്റെ പ്ലേ ഇച്ചിരി കൂടുതൽ ഡീസൽ വണ്ടി ആയതുകൊണ്ട്. പിന്നെ ആകെപ്പാട് മിസ് ചെയ്യുന്ന സംഭവം ഫുൾ ഓപ്ഷനിലുള്ള കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുക റേസി. പിന്നെ വേറൊരു കാര്യം, ഈ ഫിയറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് 90 HP ഉള്ള വണ്ടിയുണ്ട്, 75 HP ഉള്ള വണ്ടിയുണ്ട്. എനിക്ക് 90 HP ഫുൾ ഓപ്ഷൻ റിയർ വൈപ്പർ, ഈ ഇവിടെയൊക്കെ സ്വിച്ചസ്, പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, എല്ലാ സംഭവങ്ങളും, പ്രത്യേകിച്ച് ഈ വണ്ടിയെക്കാളും 10-15 bhp കൂടുതലുള്ള വണ്ടി ഈ സെയിം വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എടുക്കാഞ്ഞതിൻ്റെ മെയിൻ കാര്യം വേറൊന്നുമല്ല. ഞാൻ നമ്മുടെ കോട്ടയത്തെ ഓട്ടോമാൻ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഗ്യാരേജ് ഉണ്ട്, ഫിയറ്റിൻ്റെ ഈ വണ്ടി മാത്രം പണിയുന്ന, ഈ വണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് മാത്രം ഓടിക്കുന്ന വണ്ടി പണിയുന്ന ആൾക്കാരുണ്ട്. അവരെ വിളിച്ച് സജഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 90 HP എടുക്കണ്ട, 70 HP എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റിലയബിൾ ആയിട്ട് നമുക്ക് കുറേ നാളൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. 90 HP അത്രയും ഹൈവേ പെർഫോമൻസ് കിട്ടത്തില്ല, പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 70-90 ഈസി ആയിട്ട് നിർത്തിപ്പോകാം. 100-120 വേണമെങ്കിലും നിർത്തിപ്പോകാൻ പറ്റുന്ന വണ്ടിയാണ് 75 bhp. ഹാസിൽ ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ 90 HP എടുക്കുകയാണെങ്കിൽ നോക്കിയും കണ്ടും എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫീച്ചർ നോക്കി ഞാൻ എടുക്കാൻ അഡ്വാൻസ് കൊടുക്കേണ്ട ഒരു ലെവൽ വരെയൊക്കെ എത്തിയതാണ്. പക്ഷേ ഭാഗ്യം ചെയ്ത് ഞാൻ എന്തായാലും അവർക്ക് സജഷൻ ചോദിച്ചതുകൊണ്ട് എനിക്ക് ഈ വണ്ടി കിട്ടി. കുഴപ്പമില്ല, ഇച്ചിരി നഷ്ടമായിട്ടൊക്കെ തോന്നാം ആ വണ്ടി ആ ഡീലോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് സ്വസ്ഥമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നാൽ മതി, വേറൊന്നുമില്ല. സോ നല്ല അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇനിയിപ്പം ബൈക്ക് മാറി കാറിലോട്ടൊക്കെ കയറുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്തായാലും പോകണം. കാര്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാർ ഗായ് ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നമുക്കെന്തായാലും ഒരുപാട് വണ്ടിയുടെ കാറിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാറിൻ്റെയൊക്കെ റിവ്യൂ, മോഡിഫൈഡ് വണ്ടിയുടെയൊക്കെ റിവ്യൂ ചെയ്യണമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് വേണ്ടി നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ മോഡിഫൈഡ് വണ്ടികളൊക്കെ കാറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ കാർ ഓണർഷിപ്പ് റിവ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ വണ്ടിയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. വീട്ടുകാർക്കും എനിക്കും ഒക്കെ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. ഞാൻ വണ്ടി എടുത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വണ്ടി മുത്താണ് എനിക്ക് കുറേ നാളത്തേക്ക് എൻ്റെ സന്തോഷ സഹചാരിയായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.